ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാര്യം പറയാം, ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പെരുന്നാളൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ട്, പൊളിഞ്ഞിറന്നാണ്, അങ്ങോട്ട് നോക്കണ്ട കേട്ടോ, എന്നെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം വാങ്ങിക്കണമെന്ന് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്ന് നടക്കുന്നുള്ള ആ ഒരു ധാരണയിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ രാവിലെ ഏർലി മോർണിംഗ് ഒന്നുമല്ല, ഇന്ന് പെരുന്നാളാണ്, ഇന്ന് എല്ലാവർക്കും ലീവാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ചായക്ക് റവ ഉപ്പുമാവ്, അതുപോലെ തന്നെ തലേ ദിവസം അനിയട്ടിന് പാർട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ പാർട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ പാർട്സും വെക്കാം, അതുപോലെ തന്നെ റവ ഉപ്പുമാവും വെക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഉപ്പുമാവിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്സും അമ്മ കൂക്കിച്ചിട്ട്, അതായത് കുക്കറിൽ കൂക്കിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതെടുത്തിട്ട് കറി ആക്കിയാലും മതി. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം അടുക്കളയ്ക്ക് തോന്നിയോ? കാരണം അടുക്കളയും അതുപോലെ തന്നെ ബാക്കി കുറച്ച് ഏരിയ ഞങ്ങൾ എന്താ പറയുക, കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് പെയിൻ്റ് ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നത് കൊണ്ട് അതെടുത്തൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ചെറിയൊരു വെട്ടം കൂടിയ പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു മാറ്റമാണല്ലോ, നിങ്ങളത് ശ്രദ്ധിച്ചോ? അങ്ങനെ ഉപ്പുമാവ് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കാസറോളിക്ക് അങ്ങനെ മാറ്റി കൊടുക്കണം ഞാൻ, പിന്നെ അതിന്നെടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അത് വേഗം അവിടെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം, അതായത് അങ്ങനെ കൊണ്ടുവയ്ക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇനി പാർട്സ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അമ്മ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്യാസിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമുക്കിപ്പോൾ ഗ്യാസൊന്നും പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് അടുപ്പ് അധികമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ. പിന്നെ അപ്പോക്ക് നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെയാണ് അവർ എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് രണ്ട് വീട്ടിൽ നിന്നാണ് ബിരിയാണി കിട്ടുക, രണ്ടും നേരത്തെ കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ബിരിയാണിയാണിത്. അതുപോലെ തന്നെ പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായൻ്റെ കൂടെ അധികവും ബിരിയാണി ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അതായത് ചായ അടിക്കുന്ന ടൈമിൽ തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങളെ പാർട്സ് ഇവിടെ സൈഡിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. തനിമോളാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ലീവ് ആയതുകൊണ്ട് തന്നെ അനിയേട്ടനൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ പിന്നെ അവളെ എടുത്തോണ്ട് അങ്ങ് പോകുന്നു. പൊതുവെ ഈ ഒരു ടൈമിലൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും കിടത്തി ഉറക്കുകയാണ് പതിവ്. കാരണം നമ്മളത് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആവോളം അവളെ കിടത്തി ഉറക്കും. പക്ഷേ ഇന്ന് ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ നീറ്റപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അച്ഛമ്മ വന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ അമ്മയാണ് പോയി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഉള്ളിയും തക്കാളി ഇതൊക്കെ വഴറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ഉള്ളി ഏകദേശം ഇതായപ്പോൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം കൂടി ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കറിൽ കൂക്കിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാർട്സാണ് കേട്ടോ. അപ്പോൾ അതിലും കുറച്ച് പൊടികളൊക്കെ അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് തട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒക്കത്ത് തനിമോൾ ഇരിക്കണോണ്ട് അമ്മ പിന്നെ വന്ന് ബാക്കി ഇട്ടെന്ന് കേട്ടോ. പിന്നെ അമ്മ തന്നെയാണ് അത് മിക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇനി ഇത് കുറച്ചും കൂടി പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടി എടുക്കും കേട്ടോ. പിന്നുണ്ടല്ലോ, ഞാൻ അമ്മയായിട്ട് ഒരു Q&A ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അമ്മയായിട്ടുള്ള Q&Aക്ക്. അപ്പോൾ നിങ്ങൾക്ക് അമ്മേനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനുള്ള ഉത്തരം ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചിക്കൻ കറി ഈ ഒരു പരിവല്ല കേട്ടോ, നല്ല പോലെ വരട്ടി എടുക്കും കേട്ടോ. അപ്പോൾ അതിവിടെ ഏകദേശം റെഡി ആവുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ കേട്ടോ. പനിയേട്ടൻ്റെ ഒരു തലയാണ് സൈഡിൽ കാണുന്നത്. പക്ഷെ എന്നാലും അനേട്ടൻ അത് എന്താ പറയുക, കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ ശ്രദ്ധിച്ച പാടിനെ വേഗം അനേട്ടൻ നീറ്റിട്ട് ബാക്കിലേക്ക് ഇരിക്കുന്നു കേട്ടോ. അയ്യോ അതിൽ പെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ എന്താ പറയുക, അത് കേട്ടിട്ടാണ് ഞങ്ങൾ ചിരിക്കുന്നത് കേട്ടോ. വീഡിയോയിൽ വരാൻ എന്താ പറയുക, കുറച്ച് മടിയാണ് കേട്ടോ ആൾക്ക്. എന്നുവെച്ചാൽ ഓരോ സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ടാണ്. ഇതിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കില്ല, അപ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ തനുമോൾക്ക് കുറച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം പിന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേണ്ടാന്നുള്ള ആ ഒരു മടുപ്പ് വന്നപ്പോൾ പിന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ പിന്നാലെ നടന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റവ ഉപ്പുമാവ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയാണ് നല്ല രസമാവുമല്ലോ അല്ലേ, ഇങ്ങനെയൊക്കെ എല്ലാം കൂടിയും കഴിക്കുന്ന സമയത്ത്.
എനിക്ക് ഈ പാർട്സിലുണ്ടല്ലോ ലിവർ പീസാണ് കേട്ടോ ഇഷ്ടം. ലിവറിൻ്റെ ഒരു ആളാണ് ഞാൻ. എനിക്ക് ലിവർ മാത്രമാണ് ഞാൻ ഇതിൽ കഴിക്കട്ടെ, വേറെ ഉള്ള ഒരു ഇതും ഞാൻ ഈ പാർട്സിൽ കഴിക്കൂല. വേറെ കുറേ ഐറ്റംസുകൾ അതിലുണ്ടല്ലോ, അതൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ. ഞാൻ ഈ ലിവർ മാത്രമേ നോക്കി എടുക്കുകയുള്ളൂ. പിന്നെ ഇതാ എല്ലാവരും കൂടിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ആദ്യം ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്ത് അമ്മ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അമ്മ ഇങ്ങനെ അറിയേണ്ടത്, അയ്യോ ഞാൻ അറിയാതെ ഞാൻ എന്താ പറയുക വാരി വലിച്ച് ഞാൻ കഴിക്കുന്നുണ്ടെന്ന്, അതൊക്കെ എൻ്റെ ക്യാമറയിൽ പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് കേട്ടോ അമ്മ. അത് കണ്ടാണ് ഇപ്പോൾ ഞാൻ ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഞങ്ങളിതാ ഏട്ടന്മാരൊക്കെ പൊതുവെ അവർ ഫ്രണ്ട്സിന് വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പോകട്ടെ, ഞങ്ങൾ ഇങ്ങനെ ഫുഡ് വീട്ടിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാറും ഇതൊക്കെയാണ് കേട്ടോ പതിവ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്മോൾ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ അവൾ, കാരണം അവൾക്ക് കൊടുക്കാതെ വേറെ വല്ല സ്പെഷ്യലും നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ആൾ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് അവൾ നമ്മളെ ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്നിടത്തേക്ക് വരും. അങ്ങനെ ചായക്കടി റവ അതുപോലെ തന്നെ പാർട്സൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. തനുമോക്ക് പിന്നെ ഞാൻ രാവിലെ തന്നെ ബിരിയാണി കൊടുത്തില്ല കേട്ടോ. ഞാൻ അവൾക്ക് റവ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ ഞാൻ അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാം കേട്ടോ. പൊതുവെ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് കിട്ടാറില്ല, ഇങ്ങനെ ഒരു സമയം കിട്ടാറില്ല കേട്ടോ. എന്താ പറയുക, ഇന്ന് ഞങ്ങൾക്ക് കുക്കിംഗ് ആയിട്ട് വേറെ പരിപാടി ഉണ്ടായിരുന്നില്ല, കാരണം വെച്ചാൽ രാവിലത്തെ അതോടുകൂടി ഞങ്ങളത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ അത് മതിയായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടന്മാരാണെന്നുണ്ടെങ്കിലൊക്കെ ഇതാ പെരുന്നാളായതുകൊണ്ട് തന്നെ ക്ഷണവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അവരൊക്കെ അങ്ങനെ പോയി. അച്ഛനും പുറത്തേക്ക് പോയി, ഞാനും അമ്മയും തനും മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മയ്ക്ക് ഇന്നും നാളേക്ക് ലീവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ലൈവാണ് കേട്ടോ എൻ്റെ, അതുകൊണ്ട് തന്നെ അതിൽ പല പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് എന്താ ഒന്നും അറിയേണ്ടിരുന്നില്ല, ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ലൈവ് ചെയ്തതാണ്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ ആ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ തനുമോളാണെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഫുള്ളാക്കാൻ പറ്റുമോ എങ്ങനെയാവും എന്താവും എന്നൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങൾ തൊട്ടടുത്ത് വീട്ടിലെ താത്തയും ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇത് ഈ സമയത്തല്ല കേട്ടോ, രാവിലെ തന്നെ അല്ല, ഇത് ഞാൻ കഴിക്കുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ. അതാണ് ഞാൻ അപ്പോഴാണ് വീഡിയോ എടുത്തത്. അങ്ങനെ ചിക്കൻ ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ സാലഡും അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് കഴിച്ചു. പായസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടന്മാരൊന്നും പിന്നെ പൊതുവെ വീട്ടിൽ നിന്ന് പെരുന്നാളിന് ഫുഡ് കഴിക്കൽ കുറവാണ്, കാരണം അവർ ഫുള്ള് ഫ്രണ്ട്സിന് വീട്ടിലേക്ക് അങ്ങനെ ക്ഷണമൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഉച്ചയ്ക്കൊക്കെ കഴിക്കൽ അവർ കുറവ് നല്ല തീരില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രം വീട്ടിലുള്ളവർ മാത്രമേ ഇത് കഴിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ മാത്രമാണ് കേട്ടോ ഇപ്പോൾ ബിരിയാണി കഴിക്കുന്നത്, കാരണം എന്താ വെച്ചാൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ള പായസമാണ് അമ്മ ആദ്യം തന്നെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പിന്നെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തനിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ആകെ പറഞ്ഞ് ഞാൻ ഉറങ്ങി നീറ്റതല്ല കേട്ടോ, ഞാൻ എന്താ പറയുക ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം പോലെ പാറി നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പായസം എടുത്ത് കുടിക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അമ്മ ഈ സമയത്ത് അനിയേട്ടന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയേട്ടനും കുറച്ച് പായസം കൊടുക്കാന്നുള്ള ഒരു ഇതിൽ അങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പണിക്ക് നിന്നിട്ട്, ഞാൻ പറഞ്ഞല്ലോ രാവിലെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അടിക്കാത്തൊരു പോർഷനൊക്കെ ഇപ്പോൾ അടിക്കാൻ കേട്ടോ. ഇത് വെറുതെ അടിക്കാൻ കേട്ടോ, ഞങ്ങൾ സ്റ്റോക്ക് വന്നപ്പോൾ അങ്ങനെ ഇരുന്ന് അടിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നും ആയിട്ടല്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, അമ്മയുണ്ട്, അമ്മ തനുമോളെ ഗൈഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, കാരണം അവൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആകെ അലമ്പ് കാട്ടാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവൾ അങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞല്ലോ എനിക്ക് ആഗ്രഹിച്ചൊരു സാധനം വാങ്ങിക്കാൻ പോകുന്നു പറഞ്ഞല്ലോ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു, കാരണം എന്താ വെച്ചാൽ ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഷോപ്പ് തുറക്കൂല എന്നുള്ള കാര്യം ഞാൻ ഇന്നാണ് അറിഞ്ഞത്.